ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈനസൈറ്റിസ്. അപ്പോൾ ഈ സൈനസൈറ്റിസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. തുടർച്ചയായിട്ട് നമുക്ക് തലവേദന ഉണ്ടാകുക, അതുപോലെ തലയ്ക്കൊരു ഭാരം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ രണ്ട് ടൈപ്പ് പറയുന്നത്, അതായത് അക്യൂട്ട് സൈനസൈറ്റിസ് എന്നും ക്രോണിക് സൈനസൈറ്റിസ് എന്നും പറയാറുണ്ട്. അതായത് നമുക്ക് കണ്ണിന് താഴെയായിട്ട് പെയിനും അതുപോലെ തന്നെ ഒരു വീക്കവും പെയിനും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ മാക്സിലറി സൈനസൈറ്റിസ് എന്നും, ഈ നെറ്റിയുടെ പുറകിലായിട്ട് അതായത് നമുക്ക് തലയുടെ ആ സൈഡിലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പെയിൻ നമ്മൾ ഫ്രണ്ടൽ സൈനസൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് തലവേദന, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, അതുപോലെ നമ്മൾ കുനിഞ്ഞിട്ട് നൂരുമ്പോൾ നമുക്കൊരു ഭാരം പോലെ തലയ്ക്ക് തോന്നുക, അതുപോലെ നമുക്ക് കണ്ണിന് ചുറ്റും ഒരു വീക്കം പോലെ, ഒരു നീര് പോലെ തോന്നുക, അതുപോലെ നമുക്ക് ചെവി അടഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുക, അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, റണ്ണിങ് നോസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇതുപോലെ നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ കഴിവതും വെയിൽ കൊള്ളുന്നത്, അമിതമായിട്ടൊക്കെ വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ തണുത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് പ്രത്യേകിച്ചും ഇത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ ഒന്നുണ്ടാകുന്നത്, നമ്മൾ ഈ കൂടുതലായിട്ടും മൊബൈല്, അതുപോലെ കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് തലയ്ക്കൊരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ പച്ചിലകളൊക്കെ, ഈ കൈതോന്നി, തുളസിയില, ഇങ്ങനെയൊക്കെയുള്ള ഇലകളിട്ട് കാച്ചിയ എണ്ണ തേക്കുന്ന പലർക്കും ഈ അലർജി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഫത്തിന്റെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ തേക്കുന്ന എണ്ണകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിത ശൈലിയിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ വേണ്ടതൊന്ന്, നമുക്ക് ഡെയിലി ഈ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർ ഡെയിലി നമ്മളൊരു 2 നേരമെങ്കിലും ആവി പിടിക്കുന്നത് കുറച്ചും കൂടി ഇതിന് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കഫം ഇളകാനും അതുപോലെ നമുക്ക് തലയ്ക്ക് ആ ഒരു ഹെവിനെസ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഇത് സാധിക്കുന്നതാണ്. അല്ല, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ്, സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്.